നമസ്കാരം. പ്രധാന വാർത്തകൾ. സമരം ശക്തമാക്കി പിണങ്ങോട് സ്കൂൾ കുന്ന് നിവാസികൾ. സമരം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമരത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരക്കാർ. എന്റെ കേരളം പ്രദർശനമേള കൽപ്പറ്റയിൽ തുടരുന്നു. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച കലാസാംസ്കാരിക പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടികൾ വൈകിട്ട് 6:30 പ്രവേശനം സൗജന്യം. സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. ഡിപ്പോയ്ക്ക് സമീപത്തെ കാരാപ്പുഴ ക്വാർട്ടേഴ്സിന്റെയും സ്വകാര്യ വ്യക്തിയുടെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന യാത്രക്കാരെയും ഭയപ്പാടിലാക്കി. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബത്തേരി ടൗണിനോട് ചേർന്ന ഭാഗത്ത് കാട്ടാന ഇറങ്ങിയതോടെ ഭീതിയിലായ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ റോഡ് പൊളിച്ചത് ദുരിതമാകുന്നു. സംസ്ഥാന ദേശീയപാതകളിൽ ഇത്തരം ചാലുകൾ കോൺക്രീറ്റ് ചെയ്യാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകളിലെ ചാലുകൾ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും വീടുകളിലേക്ക് ഒഴുകുന്ന മഴവെള്ളം തടയണമെന്നാവശ്യപ്പെട്ട് പിണങ്ങോട് സ്കൂൾ കുന്ന് നിവാസികൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തമായി. നിലവിൽ പ്രദേശവാസികൾ അനിശ്ചിതകാല സമരത്തിലാണ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ റോഡ് ഉപരോധവും തുടങ്ങി. ഹൈസ്കൂൾ കുന്നിലെ ജനതയാകെ ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ജീവനു വേണ്ടി പോരാട്ടത്തിൽ, സ്വത്തിനു വേണ്ടി പോരാട്ടത്തിൽ. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും പ്രദേശത്തെ വീടുകളിലേക്ക് മഴവെള്ളം കുത്തിയൊഴുകിയെത്തുന്നത് കാരണം ജീവിതം പ്രയാസമായതോടെയാണ് പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയത്. വർഷങ്ങളോളമായി നിലനിൽക്കുന്ന പ്രശ്നമായിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. 8 ദിവസത്തോളമായി സ്കൂൾ ഗേറ്റിന് മുൻപിൽ നാട്ടുകാർ അനിശ്ചിതകാല സമരവും ആരംഭിച്ചു. സമരം തുടരുമ്പോഴും പ്രശ്നപരിഹാരത്തിന് ഒരു നടപടിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച ഇന്നലെ മുതൽ സ്കൂൾ ഗേറ്റ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കി. ഈ സമരത്തിൽ തുടക്കത്തിൽ അനിശ്ചിതകാല സമരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ജനകീയമായ രൂപത്തിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. 12ാം വാർഡിൽപ്പെട്ട ഹൈസ്കൂൾ കുന്നിലെ ഈ മഴവെള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഈ പ്രദേശത്തെ വീടുകൾക്കും അതേപോലെ തന്നെ ഈ ക്യാമ്പസിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അടക്കമുള്ള കെട്ടിടങ്ങൾക്കും സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭീഷണിയാണ്. വെള്ളം വന്ന് പൊട്ടി, ഇതിന് മുന്നേ 2-3 പൊട്ടി പൊട്ടി ഞങ്ങൾ പില്ലർ വാർത്തേക്കാണ്, വെള്ളം താഴത്തേക്കാണ് ഇറങ്ങി വരുന്നത്. പിന്നെ ആ കിണറിൽ വെള്ളം വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് മറിഞ്ഞു പോവുകയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് ചാടിയിട്ട് പിന്നെ വീടിൻ്റെ തറയൊക്കെ അമർന്നിട്ടുണ്ട്, ചുമരൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ രാത്രിയായാലും കിടന്നുറങ്ങാൻ സമാധാനം ഇല്ലാത്ത കിടത്താണ്. പ്രശ്നപരിഹാരമാകും വരെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളം ഒഴുകിയെത്തുന്നത് കാരണം കിണറുകൾ മലിനമാകുന്നു. വീടുകളുടെ അടിത്തറയിലേക്ക് വരെ വെള്ളം ഒഴുകിയെത്തുകയാണ്. ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതേസമയം പ്രശ്നപരിഹാരത്തിന് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച ഇന്ന് ചർച്ച നടന്നു. മാനേജ്മെന്റ് പ്രതിനിധികളും സംയുക്ത സമരസമിതി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ വാർത്ത കേട്ടവർക്കാർക്കും ഇതുവരെയും ഞെട്ടൽ മാറിയിട്ടുണ്ടാകില്ല. കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയി കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തിയ കൽപ്പറ്റ എമിലി പ്ലസന്റ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കും ആക്രമണ വാർത്ത ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ തങ്ങൾ സന്തോഷപൂർവ്വം സന്ദർശിച്ച് മടങ്ങിയ മണ്ണിലാണ് ഭീകരാക്രമണം നടന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നു. കൽപ്പറ്റ എമിലി പ്ലസന്റ് റെസിഡൻസ് അസോസിയേഷനിലെ 50 അംഗങ്ങളാണ് കാശ്മീരിൽ വിനോദയാത്ര നടത്തി കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തിയത്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിലെ പ്രദേശങ്ങളെല്ലാം കണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ മടങ്ങിയെത്തിയത്. യാത്രയുടെ സന്തോഷകരമായ അനുഭവങ്ങൾ വിവരണാതീതമെന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചാണ്. പഹൽഗാം, സോനാമാർഗ് ഒക്കെ തുടങ്ങിയ പിന്നെ തടാകങ്ങൾ,
പിന്നെ ദൂതുപത്രി ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചതാണ്. പഹൽഗാമിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നടന്ന്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ ആൾക്കാരൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു വർഗീയതയോ ഭീകരവാദയോ ഉള്ള ആളുകളായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. ശ്രീനഗറിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി എന്ന വാർത്ത നടുക്കത്തോടെയാണ് ഇവർ കേട്ടത്. പ്രശ്നം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായി. കാരണം അവിടെ എല്ലാവരും ഫ്രീ ആയിട്ടായിരുന്നു കാരണം ഞാൻ നടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ പറയാം, ഒരു ഉദാഹരണം കൂടി പറയാം. ഞങ്ങൾ ഈ കടുകുപാടത്ത് പോയിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ അവർ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞ് ചെടികളൊന്നും നന്നാകെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങൾ എന്തായാലും അയക്കൊരു 100 രൂപ കൊടുക്കാമെന്ന് കരുതിയൊക്കെ എടുത്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതെല്ലാം അള്ളാഹു തരുന്നതാണ്, അത് എനിക്ക് പേയ്മെൻ്റ് ഒന്നും വേണ്ടാന്ന്. അങ്ങനെ നിർബന്ധിക്കേണ്ടി വന്നു, വളരെയധികം നിർബന്ധിക്കേണ്ട. അപ്പം അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീകരവാദം തന്നെ പെട്ടെന്ന് ഷോക്കായി. അക്രമികൾക്ക് ശക്തമായ തിരിച്ചടി നൽകണം. നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് അവർ കൊന്നൊടുക്കിയത്. ഇത്തരം സംഭവങ്ങളിലൂടെ മനോഹരമായ പ്രദേശങ്ങൾ കാണാനുള്ള സാധാരണക്കാരുടെ അവസരം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. നമ്മളിപ്പോൾ ഞാനൊക്കെ പറയുന്നത് ഞാൻ ഇനിയും കാശ്മീർ പോകും. ഇനി എന്ത് ഭീകരവാദം ഉണ്ടായാലും ശരി അവിടെ പോയിട്ട് അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ ഭീകരവാദത്തിന് എതിരാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ പോകുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ എന്തായാലും പോകും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മഴ പെയ്തെങ്കിലും ചൂട് കുറഞ്ഞില്ല. വെയിലിൽ വെന്തുരുകി തോട്ടം തൊഴിലാളികൾ. പോഡാർ പ്ലാന്റേഷൻ റിപ്പൺ ഡിവിഷനിൽ 3 തൊഴിലാളികൾക്ക് വെയിലിൽ പൊള്ളലേറ്റതായി പരാതി. തൊഴിൽ വകുപ്പ് ഔദ്യോഗികമായി പുനഃക്രമീകരിച്ച ജോലി സമയം മാനേജ്മെന്റുകളും യൂണിയനുകളും ചേർന്ന് ഏകപക്ഷീയമായി മാറ്റി നിശ്ചയിച്ചത് വിനയായെന്നാണ് ആക്ഷേപമുയരുന്നത്. മെയ് 10 വരെ സർക്കാർ പുനഃക്രമീകരിച്ച ജോലി സമയം പ്രാബല്യത്തിലുള്ളപ്പോഴാണ് ഇവിടെയുള്ള തോട്ടങ്ങളിൽ മാനേജ്മെന്റും സംഘടനാ നേതാക്കളും തമ്മിൽ ധാരണയിലെത്തി സമയം മാറ്റി നിശ്ചയിച്ചത്. വലിയ ചൂടാണ് പകൽ സമയത്ത് മേപ്പാടി ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളാണ് ചൂടേൽക്കുന്നതിൽ അധികം പേരും. പോഡാർ പ്ലാന്റേഷൻ റിപ്പൺ ഡിവിഷനിൽ ജോലി ചെയ്യുന്നതിനിടെ കഴിഞ്ഞ ദിവസം 3 തൊഴിലാളികൾക്ക് വെയിൽ പൊള്ളലേറ്റിരുന്നു. റിപ്പൺ ഡിവിഷനിലെ തൊഴിലാളികളായ സുലേഖ, BV, അൻവർ, യൂനൂസ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. രാവിലെ 7 മണി മുതൽ 2 മണി വരെയാണ് സർക്കാർ നിശ്ചയിച്ച തൊഴിൽ സമയം. ഇതിനിടയിൽ വിശ്രമ സമയമില്ല. എന്നാൽ വേനൽ മഴ ലഭിച്ചതോടെ തേയിലച്ചെടികളിൽ ഉൽപാദനം കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ ജോലി സമയത്തിൽ മാറ്റം വരുത്തണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യത്തിനു മുന്നിൽ മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ വഴങ്ങുകയായിരുന്നു. ഞങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ചപ്പ് എടുത്തോട്ടെ എന്നുള്ള കണ്ടീഷനിൽ അത് അങ്ങനെ ആക്കി. ആക്കിയ സമയത്തും പിന്നെ ഇങ്ങനെ വെയിൽ കൂടിയോണ്ട് വരികയാണെങ്കിൽ വീണ്ടും തിരിച്ചിങ്ങനെ ആക്കാന്ന് വേണ്ടി പറഞ്ഞു. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് 33 ഡിഗ്രിയോളം ചൂട് നിലവിലുണ്ട്. മാനേജ്മെന്റും യൂണിയൻ നേതൃത്വങ്ങളും ധാരണയിലെത്തുകയും തൊഴിലാളികളുടെ ജോലി സമയം 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയെന്ന് നിശ്ചയിക്കുകയുമായിരുന്നു. മേഖലയിലെ എല്ലാ തോട്ടങ്ങളിലും നിയമം പ്രാബല്യത്തിലാവുകയും ചെയ്തു. മലനാട് ന്യൂസ്, മേപ്പാടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശനമേള കൽപ്പറ്റയിൽ തുടരുന്നു. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച കലാ സാംസ്കാരിക പരിപാടികൾക്ക് നാളെ തുടക്കമാകും. ആൽമരം ബാൻഡിന്റെ സംഗീത പരിപാടി അരങ്ങേറും. പ്രദർശന നഗരിയിൽ തയ്യാറാക്കിയ പ്രത്യേക ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6:30 പരിപാടി. പ്രവേശനം സൗജന്യമാണ്. എന്റെ കേരളം പ്രദർശനമേള കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ തുടരുകയാണ്. പ്രദർശനം 2 ദിവസം പിന്നിടുമ്പോൾ ഇതിനോടകം തന്നെ 100 കണക്കിന് ആളുകൾ പ്രദർശനം കണ്ടുകഴിഞ്ഞു. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച കലാ സാംസ്കാരിക പരിപാടികൾക്ക് നാളെ തുടക്കമാകും. ആൽമരം ബാൻഡിന്റെ സംഗീത പരിപാടിയോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമാവുക. നാളെ വൈകുന്നേരം 6:30 സംഗീത പരിപാടി അരങ്ങേറുക. പ്രദർശന നഗരിയിൽ തയ്യാറാക്കിയ പ്രത്യേക ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6:30 പരിപാടി നടക്കും. കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള ഉൾപ്പെടെ വരും ദിവസങ്ങളിലും മികച്ച പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾക്കും ഇന്ന് തുടക്കമായി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ക്ലാസിക് സിനിമകൾ കാണാനുള്ള അവസരവുമുണ്ട്. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അടക്കമുള്ളവ വലിയ സ്ക്രീനിൽ പുതുമയോടെ കാണാനാകും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കിയ മിനി തിയേറ്ററിലാണ് മലയാളത്തിലെ നിത്യഹരിത സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിലെ നിത്യഹരിത സിനിമകൾ ഒരിക്കൽ കൂടി കാണണമെങ്കിൽ കൽപ്പറ്റയിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ എത്തിയാൽ മതി. ചെമ്മീൻ, എലിപ്പത്തായം, കൊടിയേറ്റം, നിർമാല്യം, പുറമെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, കബനി നദി ചുവന്നപ്പോൾ, ഒറ്റാൽ, രുക്മിണി, ചായില്യം കൂടാതെ
ഗോഡ്ഫാദർ, കിരീടം, ഒഴിമുറി, സെല്ലുലോയിഡ്, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ ജനപ്രിയ സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ സ്ക്രീനിൽ പുതുമയോടെ കാണാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ അനുഭവമായെന്ന് സിനിമ കണ്ടവർ പറയുന്നു. നടന്മാരെയും പഴയ നടികളെയും ഒരു പഴയ കാലത്തിലേക്കൊരു തിരിച്ചുപോക്കാണ് നമ്മൾ. പഴയ നടന്മാരെ മരിച്ചുപോയ ഒരുപാട് നടന്മാരെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഒരു പഴയകാല സംഭവങ്ങളും അതിൻ്റെ ചരിത്ര സത്യങ്ങളും കുറേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. LED സ്ക്രീനും അത്യാധുനിക ശബ്ദ സംവിധാനവും ഉൾപ്പെട്ട മികച്ച സാങ്കേതിക വിദ്യകളുമായാണ് മിനി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 50 പേർക്ക് സിനിമ കാണാം. ദിവസവും 5-6 പ്രദർശനം ഉണ്ടാകും. നിശ്ചിത സമയക്രമമില്ല. ലോകശ്രദ്ധ നേടിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. ഇലിയാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. സുൽത്താൻ ബത്തേരി ടൗണിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന ഇറങ്ങിയത് നാട്ടുകാരിൽ ഭീതി പടർത്തി. KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ കാരാപ്പുഴ ക്വാർട്ടേഴ്സിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന പുൽപ്പള്ളി റോഡിൽ യാത്ര ചെയ്ത യാത്രക്കാരെയും ഭയപ്പാടിലാക്കി. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. ഇന്ന് പുലർച്ചെ 4:30ഓടെയാണ് KSRTC ഡിപ്പോയ്ക്ക് സമീപം കാട്ടുകൊമ്പൻ ഇറങ്ങിയത്. ഇവിടെ വനാതിർത്തിയോട് ചേർന്ന് കാരാപ്പുഴ ക്വാർട്ടേഴ്സിന്റെ മതിൽ തകർത്ത് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിൽ കടന്ന കാട്ടാന ബത്തേരി പുൽപ്പള്ളി റോഡിനോട് ചേർന്ന് നിർമ്മിച്ച ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിലും തകർത്ത് റോഡിലിറങ്ങി. പിന്നീട് റോഡിലൂടെ സഞ്ചരിച്ച കാട്ടുകൊമ്പൻ ഇതുവഴി യാത്ര ചെയ്തവരെയും ഭയപ്പാടിലാക്കി. പിന്നീട് പ്രദേശവാസിയായ കലാലയം വാമദേവന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർത്ത് കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന നിരവധി കർഷകരുടെ കാർഷിക വിളകളും നശിപ്പിച്ചു. തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം എത്തിയാണ് കാട്ടാനയെ വനത്തിലേക്ക് തുരത്തിയത്. മുൻപും പ്രദേശത്ത് നിരവധി തവണ കാട്ടാന ഇറങ്ങി ഭീതി പടർത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും സമീപത്ത് തന്നെയുള്ള വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലെത്തി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇന്നും ആന ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം ഈ ചക്കയുടെ എല്ലാം സീസൺ ആയതുകൊണ്ട് തന്നെ ഇത് ചക്ക തേടിയാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലേക്ക് ഈ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് DFN ഉൾപ്പെടെ കണ്ടുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അതിന് ഭാഗമായി ചെയ്യും. തൊട്ടടുത്ത് തന്നെ കാരാപ്പുഴ കോട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെയും അവരുടെ അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഗേറ്റ് അടയ്ക്കുന്നതിനും അതുപോലെ തന്നെ തൊട്ട് പുറകുവശം മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളാകെ പറയുന്നത്. അത് കെട്ടാനുള്ള നടപടി ഉൾപ്പെടെ കാരാപ്പുഴ കോട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനടി തന്നെ അവർക്ക് ലെറ്റർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രദേശത്ത് കാട്ടാന ഇറങ്ങാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നു തന്നെ നടപ്പിലാക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി ടൗണിലെ KSRTC ഡിപ്പോയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങിയത് നാട്ടുകാരിൽ ഭീതി പരത്തിയിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിറങ്ങിയ കാട്ടാന ക്വാർട്ടേഴ്സിന്റെയും വീടിന്റെയും മതിലുകൾ തകർക്കുകയും കൃഷിനാശം വരുത്തുകയും റോഡിലൂടെ സഞ്ചരിച്ചവർക്ക് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്തു. ഇതോടെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇത്തവണയാണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്താണ് ജോഷിയുടെ പറമ്പിലൊക്കെ ആവുമ്പോൾ ഏതാണ്ട് കളഞ്ഞിട്ടുണ്ടെന്ന് കേട്ടത്. എല്ലാ സ്ഥലത്തും ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെ വന്നിത് തിന്നു കഴിഞ്ഞ് ഇനി മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. ആ രാവിലെ ചക്ക തീരുന്നവരെ അവർ വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ്. രാഘവൻ വർഷത്തെ വരെയും കയറിയത്. ഇതിൽ പോയ ആൾക്കാരൊക്കെ കരഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി നിലവിളിച്ച് അങ്ങനെ 9ാം ഡിവിഷനിലെ കൗൺസിലർ ആയിട്ടുള്ള ഷംസാദിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഷംസാദ് രാത്രി ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ഫോറസ്റ്റുകാർ വന്ന് ആനേനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്തത്. ഇത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഈ ആന വരുന്നതാണ്. പക്ഷെ നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഇത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ ഇപ്പോൾ ആന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്ന് ഓരോ നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന ഒരു കാരണം അതാണ്. അതായത് ബൈക്ക് യാത്രക്കാരെ ആന ഭീഷണിപ്പെടുത്തി ഇത്രയും തിരക്കുള്ള ഈ തിരക്കുള്ള വഴിയിലൂടെ ആന റോട്ടിൽ കൂടി ഇങ്ങനെ കുറുകെ ക്രോസ് ചെയ്തപ്പോൾ ആൾക്കാർ പേടിച്ച് പറിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒത്തിരി പേര് അതോടൊപ്പം നടക്കുന്ന ആൾക്കാരും ഇതിലൂടെ ഉണ്ട്. ആൾക്കാരുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയായിരിക്കുകയാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ഫോറസ്റ്റ് അധികാരിയുടെ ഫോറസ്റ്റ് മന്ത്രി മുതൽ ഇങ്ങോട്ട് DFOയുടെ വരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക. ആക്ഷൻ കൗൺസിൽ വളരെ സജീവമായിട്ട് കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ മാസത്തിലും 100 കണക്കിന് ആളുകൾ ഒപ്പിട്ടുള്ള ഒരു മാസ് പെറ്റീഷൻ ഈ കഴിഞ്ഞ മാസം യാന വന്നിരുന്നു.
നൂറുകണക്കിന് ആളുകൾ ഒപ്പിട്ടുള്ള ഒരു മാസ് പെറ്റീഷൻ കൊടുക്കുകയും ഇങ്ങനെ നേരിട്ട് കാണുക സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇപ്പം ഇതിന് ഫോറസ്റ്റുകാർ ഒരു നടപടിയില്ല. നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ണിപ്പൊടിയിടുന്ന ഒരു ലൊട്ടിലൊടുക്ക് പരിപാടി നടത്തിയിട്ട് ഇവർ അടങ്ങിയിരിക്കുകയാണ്. ട്രാൻസ്ഫോർമറിൽ നിന്നും ഷോക്കേറ്റ് പോത്ത് ചത്തു. പനമരം നെല്ലിയമ്പം റോഡ് ജംഗ്ഷനിൽ പാദ്രെ പിഒ ചർച്ചിന് സമീപം റോഡരികിലായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിൽ നിന്നാണ് ഇന്ന് രാവിലെ പോത്തിന് ഷോക്കേറ്റത്. പനമരം സ്വദേശി മുത്തലീബിൻ്റെതാണ് പോത്ത്. പനമരം പാദ്രെ പിഒ ചർച്ചിന് മുൻവശത്തായി റോഡരികിൽ സ്ഥാപിച്ച KSEBയുടെ 110 kV ലൈൻ കടന്നുപോകുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഇന്ന് രാവിലെയോടെ മേയാൻ വിട്ട പോത്ത് ഷോക്കേറ്റ് ചത്തത്. ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാലാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൻ്റെ ബാക്കിൽ ശരിക്കും നമുക്ക് കാണാൻ കഴിയും. കാരണം കൊച്ചു കുട്ടികൾ പോലും നടന്നു പോകുമ്പോൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റിന് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അപകടം നിറഞ്ഞ ട്രാൻസ്ഫോമറാണ്. ഒരു സേഫ്റ്റി പോലും ഇതിനു വേണ്ടി എന്താക്കിയിട്ടില്ല, അവർ ചെയ്തിട്ടില്ല. പനമരം ബീനാച്ചി റോഡായതിനാൽ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡരികിൽ തന്നെ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിൽ നിന്ന് ഏത് സമയവും അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണെന്നും റോഡരികിനോട് ചേർന്ന് പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഒന്ന് ചരിഞ്ഞാൽ പോലും വൻ അപകടം സംഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന് ചുറ്റും സംരക്ഷണ വേലികൾ നിർമ്മിച്ച് സുരക്ഷിതമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, പനമരം. പൈപ്പിടാൻ റോഡിന് കുറുകെ എടുത്ത ചാൽ പൂർണ്ണമായ രീതിയിൽ പുനഃസ്ഥാപിക്കാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. സംസ്ഥാന ദേശീയപാതകളിൽ ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാനെടുത്ത ചാലുകൾ ശരിയായ രീതിയിൽ മൂടി കോൺക്രീറ്റ് ചെയ്യാത്തതാണ് അപകടങ്ങൾക്ക് വരെ കാരണമാകുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ചാലുകൾ കോൺക്രീറ്റ് ചെയ്യാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ കൈപ്പഞ്ചേരി റോഡിലേക്ക് തിരിയുന്നിടത്തും ദേശീയപാത 766 മൂലങ്കാവിൽ രണ്ടിടത്തുമാണ് റോഡ് കുറുകെ കയറി പൈപ്പുകൾ ഇട്ടിരിക്കുന്നത്. തുടർന്ന് മണ്ണിട്ട് മൂടി മെറ്റൽ നിരത്തിയെങ്കിലും നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവ ഇളകി മാറുകയാണ്. കൂടാതെ മഴ കൂടി പെയ്യുന്നതിനാൽ മെറ്റലുകൾ റോഡിൽ പരക്കുന്നതിനും കാരണമാകുന്നു. ഇത് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും ഇടയാക്കുന്നുണ്ട്. 2 മാസമായി ഇവിടെ പൈപ്പ് സ്ഥാപിച്ചതിന്റെ ഭാഗമായി ചാൽ രൂപപ്പെട്ടെന്നും ഇതുവരെ കൃത്യമായി കോൺക്രീറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നുമാണ് ആരോപണം. 2 മാസമായി ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ കൺസേൺ പേര് പറഞ്ഞിട്ട് മുറിച്ചിട്ടിട്ട് ഇത് ഇവിടെ മാത്രമല്ല നമ്മളെ മൈസൂർ റോഡിലുള്ള സ്റ്റേറ്റ് ഹൈവേയിലും നാഷണൽ ഹൈവേയിലും അടക്കം ഇതേമാതിരി കീറിയിട്ടിട്ട് ഒരു വർക്കും കാര്യങ്ങളും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല. ദിവസേന ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് പല ബൈക്കും കാര്യങ്ങളും മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിത്യേന അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വേഗതയിലെത്തുന്ന വാഹനങ്ങൾ റോഡിന് കുറുകെയുള്ള ചാൽ കണ്ട് പെട്ടെന്ന് ബ്രേക്കിടാനും ഇത് പുറകിൽ വരുന്ന വാഹനവും അപകടത്തിൽപ്പെടാനും കാരണമാകുന്നുണ്ട്. അതിനാൽ എത്രയും വേഗം റോഡിന് കുറുകെയുള്ള ചാലുകൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. തലപ്പുഴയിൽ 1 നൂറ്റാണ്ട് പഴക്കമുള്ള കമ്പിപ്പാലം അപകടാവസ്ഥയിൽ. പാലം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. അപകടാവസ്ഥയിലായിട്ടും പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടിയില്ലാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പുതിയ പാലം നിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് യാത്രക്കാർ. ഇടിക്കര, വിമലാനഗർ, നിരവിൽപ്പുഴ, വാളാട്, പോരൂർ ഭാഗങ്ങളെ തലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശത്തെ തോടിനു കുറുകെ 1 നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കമ്പിപ്പാലമാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരിക്കുന്നത്. തോട്ടിൽ 4 കരിങ്കൽ തൂണുകൾ സ്ഥാപിച്ചാണ് 20 മീറ്ററോളം ദൈർഘ്യത്തിൽ പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ മഴയിൽ തൂണിലെ കല്ലുകൾ ഇളകി തുടങ്ങിയതും കൈവരികളിലെ കോൺക്രീറ്റ് അടർന്നുമാറി കമ്പികൾ തുരുമ്പെടുത്തതുമാണ് ബലക്ഷയത്തിന് കാരണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാലമാണിത്. ഇപ്പോൾ പ്രത്യേകിച്ച് റോഡ് പണി കഴിഞ്ഞ ശേഷം മാനന്തവാടി തലശ്ശേരി റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ റോഡിലേക്ക് ഇറക്കണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ട് പാലത്തിൻ്റെ കൈവരികളൊക്കെ പലതവണ വണ്ടികൾ തട്ടുകയും അതിലേക്ക് ഇനി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത വരെ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പുതുക്കി പണിയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ വർഷകാലം വരുന്നുണ്ട്. ഈ വർഷകാലത്തോടുകൂടി പല അപകടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. മാനന്തവാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികളുമായി ഒട്ടേറെ സ്കൂൾ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കണിയാരം, പാലാക്കുളി, കുഴിനിലം ഭാഗങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി തിരിച്ചുവിട്ട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാറുണ്ട്. ആവശ്യത്തിന് വീതിയില്ലാത്തതും ഏറെ വാഹനയാത്രക്കാരെ അപകടഭീതിയിലാക്കുന്നുണ്ട്.
വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രയും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. പാലം അപകടാവസ്ഥയിലായിട്ടും പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടിയില്ലാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുതിയ പാലം നിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മാനന്തവാടി. നൂൽപ്പുഴയിലെ കമ്പക്കൊടി തോട്ടാമൂല റൂട്ടിൽ നടുവൊടിക്കും യാത്ര. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാത്തതാണ് യാത്രാ ദുരിതത്തിന് കാരണം. 4 ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റോഡ് എത്രയും വേഗം നവീകരിച്ച് നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. കമ്പക്കുടി തോട്ടാമൂല റോഡിലാണ് യാത്രക്കാരുടെ നടുവൊടിക്കും യാത്ര തുടരുന്നത്. ഈ റൂട്ടിൽ പുഞ്ചിരി ക്ലബ്ബ് മുതൽ തോട്ടാമൂല അടിവാരം വരെയുള്ള 1/2 കിലോമീറ്റർ റോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. 4 സ്വകാര്യ ബസ്സുകളും 5 സ്കൂൾ ബസ്സുകളും ഇതുവഴി ദിനംപ്രതി സർവീസ് നടത്തുന്നുണ്ട്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ആരോപണമുയരുന്നത്. ഒരു വണ്ടി അങ്ങോട്ട് കാറോ കാര്യങ്ങളൊന്നും കടക്കാത്ത അവസ്ഥയാണ്. ബസ് കഷ്ടി കടന്നു പോവാണ്. ഒരുപാട് കാലമായിട്ട് ഈ സ്ഥിതി തന്നെയാണ്. നാട്ടുകാരുടെ കാര്യം പറ്റ കട്ടപ്പോകയാണെന്നുള്ളത്. ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നടുവൊടിഞ്ഞിട്ടേ വീട്ടിലെത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ. ഇതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ പണി നടക്കുന്നില്ല. ഇത് അധികാരികളാണോ എടുക്കേണ്ടത്, ഇനി കോൺട്രാക്ടറാണോ എടുക്കേണ്ടത്, ഇതൊന്നും ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇതിനിടെ റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ നവീകരണം മാത്രം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തോട്ടാമൂല പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയം കൂടിയാണ് ഈ റോഡ്. മഴക്കാലത്തിനു മുൻപ് റോഡ് നവീകരിച്ച് നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. സ്കൂൾ അവധിക്കാലമായതിനാൽ തന്നെ വഴിയോരങ്ങളിലെല്ലാം ഇപ്പോൾ കുട്ടി കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉപ്പിലിട്ടതും മിഠായിയും സോഡാ സർവത്തുമെല്ലാം ആവേശത്തോടെ വിൽപ്പന നടത്തുകയാണ് കുട്ടികൾ. സ്കൂൾ തുറക്കുമ്പോഴേക്കും പഠനോപകരണങ്ങൾ ഉൾപ്പെടെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ. നല്ല തണുത്ത സംഭരിത അങ്ങാടി മുക്കി ഇതാ വരൂ വെറും 20 രൂപ മാത്രം. പിണങ്ങോട് GUPSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹിൻ ഷായുടെ അങ്ങാടിമുക്കിലെ കടയാണിത്. ഒരാഴ്ച മുൻപാണ് 1-2 ഇനങ്ങളുമായി കച്ചവടം ആരംഭിച്ചത്. ഇപ്പോൾ കട നിറയെ സാധനങ്ങളുണ്ട്. എന്തെല്ലാം ഐറ്റങ്ങളുണ്ടെന്ന് ഷഹിൻ ഷാ തന്നെ പറയും. നെല്ലിക്ക, ബീട്രൂട്ട്, ക്യാരറ്റ്, കർമൂസ്, പൈത്ത കർമൂസ്, പിന്നെ മാങ്ങ, ചാമ്പക്ക. രാവിലെ 10 മണിയോടെ കച്ചവടം ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് അവസാനിപ്പിക്കും. എന്തിനാണ് അവധിക്കാലത്ത് കച്ചവടം നടത്തുന്നത്? ഷഹിൻ ഷായുടെ മറുപടി ഇതാ. ഇത്തരത്തിൽ നിരവധി കുട്ടികളാണ് അവധിക്കാലത്ത് കുട്ടിക്കച്ചവടവുമായി നിരത്തിലുള്ളത്. മിഠായി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത് അധികവും കുട്ടികൾ തന്നെ. യാത്രക്കാരും ശീതളപാനീയം ഉൾപ്പെടെ കഴിക്കാനായി എത്തുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ സ്വന്തമായി സമ്പാദിച്ചുണ്ടാക്കിയ തുക കൊണ്ട് പഠനോപകരണങ്ങൾ വാങ്ങുകയാണ് ഭൂരിഭാഗം പേരുടെയും ലക്ഷ്യം. ടാങ്ക് ഉണ്ട്, നന്നാരി സർബത്തുണ്ട്, പിന്നെ പിസ്തകളുണ്ട്, മിഠായി ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, ചാമ്പക്ക, പിന്നെ കുറച്ച് മിഠായികൾ. അവധിക്കാലത്ത് കളിക്കാനും അതോടൊപ്പം തന്നെ കച്ചവടം ചെയ്യാനും സമയം കണ്ടെത്തുകയാണ് കുരുന്നുകൾ. മൊബൈൽ ഫോൺ മാറ്റിവെച്ച് അവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. ഇലിയാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ബാലികയെ ഉപദ്രവിച്ചയാൾക്ക് പോക്സോ പ്രകാരം 7 വർഷം തടവ്. 52-കാരനായ പാലക്കാട് ആലത്തൂർ പ്രദീപിനെയാണ് സുൽത്താൻ ബത്തേരി സ്പെഷ്യൽ കോടതി ജഡ്ജ് ഹരിപ്രിയ പി നമ്പ്യാർ 7 വർഷം തടവിന് ശിക്ഷിച്ചത്. മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ 2023 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിർണായക വിധി. ഇൻസ്പെക്ടർമാരായ PK സന്തോഷ്, C രാംകുമാർ, CPOമാരായ സബിത, സിന്ധു, പുഷ്പ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഓമന വർഗീസ് ഹാജരായി. ഇനി ബിസിനസ് മലനാട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ഓൺലൈൻ സേവനങ്ങൾക്ക് മികച്ച സൗകര്യമൊരുക്കുകയാണ് മീനങ്ങാടിയിലെ തണ്ടേക്കാട്ട് കമ്മ്യൂണിക്കേഷൻസ്. ജനങ്ങളോടൊപ്പം നിന്ന് വിശ്വാസ്യത നേടിയ സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച് മീനങ്ങാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പ്രായഭേദമന്യേ ഏവർക്കും ഓൺലൈൻ സേവനങ്ങൾ ചെയ്തു നൽകാൻ വിദഗ്ധ IT ജീവനക്കാരുമായി രാത്രി 7:30 വരെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കും. മീനങ്ങാടിക്കാരുടെ ഓൺലൈൻ ജീവിതത്തിന് വഴികാട്ടിയായ തണ്ടേക്കാട്ട് കമ്മ്യൂണിക്കേഷൻസ്
നീണ്ട 33 വർഷങ്ങളുടെ പ്രവർത്തന പരിചയവുമായി മുന്നേറുകയാണ്. ആധുനിക യുഗത്തിൽ ജനനം മുതൽ മരണം വരെ ഓരോ മനുഷ്യനും ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ ഓൺലൈൻ സംവിധാനം കൂടിയേ തീരൂ. എന്നിരിക്കെ പാവപ്പെട്ടവർക്കടക്കം പലർക്കും അത് അത്ര എളുപ്പമായിരിക്കില്ല. ഈ സാഹചര്യത്തിലാണ് തണ്ടേക്കാട്ട് കമ്മ്യൂണിക്കേഷൻസ് അതിന് ഏറ്റവും മിതമായ നിരക്കിൽ തീർത്തും ഉത്തരവാദിത്വത്തോടെ മീനങ്ങാടിക്കാർക്കായി അവസരമൊരുക്കുന്നത്. പാസ്പോർട്ട്, പാൻ കാർഡ്, ഭൂമി തരം മാറ്റൽ, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി മുഴുവൻ ഓൺലൈൻ സേവനങ്ങളോടുമൊപ്പം ടൂർ പാക്കേജുകൾ, ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, വാഹന സംബന്ധമായ വിവിധ ഇൻഷുറൻസുകൾ, സേവനങ്ങൾ, ഫോട്ടോസ്റ്റാറ്റ്, ഇംഗ്ലീഷ്, മലയാളം DTP, ലാമിനേഷൻ വർക്കുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ എളുപ്പം ലഭ്യമാക്കും. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ തണ്ടേക്കാട് കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മനോഹരമായ ഒരു ജനസേവന കേന്ദ്രം തണ്ടേക്കാട്ട് കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുക. പ്രിയപ്പെട്ട ജോർജേട്ടൻ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. തീർച്ചയായിട്ടും ഇന്ന് വളരെ എളുപ്പം ജനങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ജനസേവന കേന്ദ്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, വ്യക്തികളുടെ നേതൃത്വത്തിൽ ഒക്കെ ആരംഭിച്ചിട്ടുള്ളത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ, മലനാട് ചാനലിലെ അക്ഷരഭൂമിക അവതാരകൻ വിനയകുമാർ അഴിപ്പുറത്ത്, KVVES ജില്ലാ രക്ഷാധികാരി ഡോക്ടർ മാത്യു തോമസ്, KVVES മീനങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് പ്രമേഷ് MV, KVVES മീനങ്ങാടി യൂണിറ്റ് സെക്രട്ടറി മത്തായി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നീണ്ട 33 വർഷക്കാലം തങ്ങളോട് വിശ്വാസമർപ്പിച്ച് നേട്ടങ്ങൾക്ക് മുതൽക്കൂട്ടായ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും ഉള്ളറിഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ് തണ്ടേക്കാട്ട് കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോർജും ടീം അംഗങ്ങളും. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇന്നത്തെ കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 263 രൂപ. കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 710, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 700 രൂപ. നേന്ത്രക്കായ കിലോയ്ക്ക് 47 രൂപ. ഇഞ്ചി ചാക്കിന് 1350 രൂപ. ചേന ചാക്കിന് 3000 രൂപ. റബ്ബർ കിലോയ്ക്ക് 178 രൂപ. സ്വർണം പവന് 72,120 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരം ശക്തമാക്കി പിണങ്ങോട് സ്കൂൾ കുന്ന് നിവാസികൾ. സമരം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമരത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരക്കാർ. എന്റെ കേരളം പ്രദർശനമേള കൽപ്പറ്റയിൽ തുടരുന്നു. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച കലാ സാംസ്കാരിക പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടികൾ വൈകിട്ട് 6:30-ന്. പ്രവേശനം സൗജന്യം. സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. ഡിപ്പോയ്ക്ക് സമീപത്തെ കാരാപ്പുഴ ക്വാർട്ടേഴ്സിന്റെയും സ്വകാര്യ വ്യക്തിയുടെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന യാത്രക്കാരെയും ഭയപ്പാടിലാക്കി. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബത്തേരി ടൗണിനോട് ചേർന്ന ഭാഗത്ത് കാട്ടാന ഇറങ്ങിയതോടെ ഭീതിയിലായ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ റോഡ് പൊളിച്ചത് ദുരിതമാകുന്നു. സംസ്ഥാന ദേശീയപാതകളിൽ ഇത്തരം ചാലുകൾ കോൺക്രീറ്റ് ചെയ്യാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകളിലെ ചാലുകൾ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.